ഞാൻ ഏലക്ക ഉണങ്ങുന്ന ഒരു സ്റ്റോറിൽ വന്നതാണേ. അപ്പൊ ഇവിടെ ഉണങ്ങാനായിട്ട് ഒരുപാട് ആൾക്കാര് പച്ച ഏലക്ക കൊണ്ടുവച്ചേക്കുന്നതാണ് ഈ ചാക്കിന്റെ അകത്തൊക്കെ. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചു തന്നായിരുന്നു ഏലക്ക എങ്ങനെ വിളവെടുക്കുന്നതെന്ന്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ പോയി കണ്ടതിന് ശേഷം ഇത് വന്ന് കാണുക. ഏലക്ക ഉണങ്ങുന്നതിന് മുന്നേ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന ഏലക്ക നല്ലതായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മെഷീനാണിത്. ഇതിന്റെ അകത്ത് ഏലക്ക ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കുവാണേ. അതാ നമുക്ക് കാണാം എങ്ങനെയാന്ന്. ഇത് കഴുകിയതാണ്. ഇത് ഇനി എങ്ങനെ ഉണക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ആൾക്കാരുടെ ഏലക്ക എല്ലാം കൂടി ഒന്നിച്ചിട്ടല്ല ഉണക്കുന്നത് കേട്ടോ. ഒരാളുടെ ഏലക്ക ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ ഒരു വലയിട്ട് അത് ഫുള്ള് കവർ ചെയ്തതിന് ശേഷമാണ് അടുത്ത ആളുടെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ ലാസ്റ്റ് ലെയർ ഇവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റത്തെ ഏലക്കായി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നിരത്തി വെക്കും. ഇതുപോലെ നിരത്തിയതിന് ശേഷം അതിന്റെ അകത്ത് ഇപ്പൊ തന്നെ ചൂട് കയറാൻ തുടങ്ങി. ഇതുപോലെ 2-3 മെഷീൻ ഉണ്ട് ഇവിടെ. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഇതിന് ചൂട് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയുണ്ട് കേട്ടോ. നമ്മൾ ഇതിന്റെ ബാക്ക് വശത്തായിട്ട് തീ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതുകൂടെ കണ്ടിട്ട് വരാമേ. ഇതിന്റെ അകത്താണ് തീ ഇട്ട് കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ചിരട്ടയും പിന്നെ അതോടൊപ്പം തന്നെ വിറകുമാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് തീ ആയതിനു ശേഷം അതും അടച്ചു വെക്കുവേ, വെളിയിലോട്ട് ചൂടൊന്നും പോകാതിരിക്കാൻ. ഏലക്ക ഉണങ്ങുന്ന ഇനി വെയിറ്റിംഗിലാണ്. അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഞാൻ വരുന്നതിന് മുന്നേ ഇട്ട് കൊടുത്ത ഏലക്ക ഉണങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മെഷീന്റെ അകത്തിട്ട് ഏലക്ക എത്രത്തോളം ഉണങ്ങിയിട്ടുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഏലക്ക സംസ്കരണത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതായത് 8% മുതൽ 12% വരെ ഈർപ്പാംശം കുറയ്ക്കുക എന്നതാണ്. പിന്നെ രണ്ടാമത് സ്വാഭാവികമായിട്ടുള്ള ആ ഒരു പച്ചനിറം ഇല്ലേ, അതൊക്കെ നിലനിർത്തുകയും വേണം. അപ്പൊ ഞാൻ തൊട്ട് നോക്കിയപ്പം ചെറിയ ചൂടുണ്ട്, കരിന്നിരിക്കുന്നതാണ്. അതിന് അവര് ചെറിയ ചാക്കുകളിലേക്കൊക്കെ മാറ്റുകയാണ്. ഇങ്ങനെ മാറ്റുന്നത് കൊണ്ട് ഇവിടെ കൊണ്ട് തീരുന്നില്ല. അടുത്തായിട്ട് ഈ ഏലക്ക പോളിഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏലക്ക വേറൊരു മെഷീന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണെ. അതായത് ഏലക്കയുടെ സൈഡിലുള്ള ആ വേസ്റ്റുകളൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം നീക്കം ചെയ്ത് നല്ല ഏലക്ക മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റോറിലേക്ക് പച്ച ഏലക്ക കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് എല്ലാവരും ഇതേപോലെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൊ ഏലക്കയുടെ പരിപാടി ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇനി ഇത് ഗ്രേഡ് തിരിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് കാണണ്ടേ. അത് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഏലക്ക നമ്മൾ ഏത് ഗ്രേഡ് ഏലക്കയാണ് കിട്ടുന്നതെന്ന് നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഫോളോ ചെയ്യാത്തവരെല്ലാം ഫോളോ ചെയ്യുക. നമുക്ക് ഇനി ഗ്രേഡ് തിരിക്കുന്ന വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാമേ.